മൈഥിലി കുട്ടി വെൽക്കം. എന്തോ സുഖാണോ? ബേബി എങ്ങനെ പോകുന്നു ന്യൂ ഇയർ? ന്യൂ ഇയറിന് ഞാൻ സിനിമ കാണാൻ പോയി. ഏത് സിനിമ കാണാൻ പോയി? സർവമായ. ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രേതക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എങ്ങനെയുണ്ടോ റെസൊല്യൂഷൻസ് ഒക്കെ? തീരുമാനങ്ങൾ ഞാനൊന്നും സത്യം പറഞ്ഞ എടുത്തില്ല തീരുമാനം. ഒന്നും എടുത്തില്ലേ? എന്താ എടുക്കാഞ്ഞേ? ഈ വർഷം ഒരു ഗുമ്മില്ല. അവക്ക് തുടക്കുന്നനോ എന്ത്? ഞാനൊരു നല്ല ഐഡിയ പറയട്ടെ. നമ്മളിപ്പോ അരമണിക്കൂർ ഒന്നിച്ച് നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ്, രാവിലെ 10 മിനിറ്റ്, ഉച്ചയ്ക്ക് 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് 30 മിനിറ്റ് കിട്ടും. അതുപോലെ നമ്മുടെ പ്രാക്ടീസ് അല്ലേ, നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. രാവിലെ ഒരു 15 മിനിറ്റ്, ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ്, പിന്നെ വൈകുന്നേരം ഒരു 15 മിനിറ്റ്. അപ്പൊ എത്ര നേരം കിട്ടും? 45 മിനിറ്റ്. കണക്ക് പറഞ്ഞൂടെ? എത്ര 15 സമയം 15+15+15 അതാണ്. അപ്പൊ എത്രയും 45 മിനിറ്റ്സ് ആയി. അപ്പൊ 3/4 മണിക്കൂർ നമുക്ക് പ്രാക്ടീസ് കിട്ടും ദിവസവും. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ഒരു റെസൊല്യൂഷൻ നമുക്ക് ഇപ്പൊ സെറ്റ് ആക്കിയാലോ? ഇതാ അച്ഛൻ കാണുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്, അനിയത്തിമാര് കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ ഇത് പ്രോമിസ് ആണേ. അപ്പൊ ഒരു പ്രോമിസ് തന്നെ. എന്താണ് പ്രോമിസ്? എന്നും രാവിലെ 15 മിനിറ്റ്, ഉച്ചയ്ക്ക് 15 മിനിറ്റ്, രാത്രി 15 മിനിറ്റ്. അപ്പൊ 45 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യും. ബാക്കി ഇവിടുത്തെ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അപ്പുറമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വേ അത് റേ കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യില്ലേ? അത് സൂപ്പറാണ്. അപ്പൊ ഇന്നും പ്രാക്ടീസ് ചെയ്ത് വന്ന പാട്ട് ഏതാ? ലലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ. സെലിബ്രേഷൻസ് റൗണ്ട്. പോരട്ടെ, ഡീറ്റെയിൽസ്. സിനിമ വിയറ്റ്നാം കോളനി, വർഷം 1992, മ്യൂസിക് എസ് ബാലകൃഷ്ണൻ സാറ്, എഴുതിയത് ബിച്ചു തിരുമല സാറ്, പിന്നെ പാടിയത് KJ യേശുദാസ് സാർ. ഓക്കെ, യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മൈഥിലി കുട്ടി. താങ്ക് യു. നന്നായി പാടണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചൊല്ലുന്ന ചെല്ലക്കിളികളെ, വേടൻ കുരുക്കും കടങ്കഥ, ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ല സമ്മാനം. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. ഇത്തിരി വിത്തെറിഞ്ഞോ, ഒത്തിരി കൊത്തെറിഞ്ഞോ, പക്ഷികൾ വന്നണഞ്ഞു, പാവങ്ങളെ
മൈഥിലി കുട്ടി. വലുതാകുമ്പോ ലങ്സ് ഒക്കെ കപ്പാസിറ്റി കൂടും. യെസ്, അതിന്റെ കൂടെ പ്രാക്ടീസും കൂടെ ചെയ്താ അടിപൊളിയാക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് ഒരു കടങ്കഥയാണ്. ഇക്കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. സമ്മാനം. ഇപ്പൊ സമ്മാനം വേണ്ടേ? വേണം. അപ്പൊ എത്ര ആയിരിക്കും മാർക്ക്? ജിയോഷേപ്പാ 97. എനിക്കറിയാം. മീനൂട്ടിക്കറിയാം. ജിയോഷേപ്പാ എത്രയാ? 97. 97. അത് ജോഷച്ചിയാണ്. 97. ജോഷപ്പാ അപ്പൊ എന്തായാലും 98. അതന്നെ 98 out of 100 for മൈഥിലി കുട്ടി today. Thank you. അപ്പൊ പ്രതീക്ഷയെക്കാൾ ഒരു മാർക്ക് കൂടുതൽ കിട്ടി നമുക്ക്. അപ്പൊ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് മാത്രല്ല, ഇന്ന് മൈഥിലി കുട്ടിയുടെ കുഞ്ഞാവേന്റെ കാതുകുത്തി. അതാ ഇത്ര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. കമ്മലൊക്കെ ഒരു കുണുക്ക് കമ്മലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടാ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. ബൈ. Thank you. Bye. ടാറ്റാ. Tata. കുഞ്ഞാവയ്ക്ക് 2 മാസം ആയപ്പോഴാണ് നമ്മള് ഫസ്റ്റ് എപ്പിസോഡിന് എടുത്തത് പൊന്നിനെ. ഇപ്പൊ 6 months ആയി. ചിരിക്കുന്നുണ്ട്. നല്ല ചിരിയുണ്ട്, നല്ല ചിരിയുണ്ട്. നമ്മുടെ മീൻകുട്ടി ആരാ? ആരാ? ഇപ്പൊ കണ്ടോ, മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ് പേഴ്സണൽ ആയിട്ട്. മീൻകുട്ടിയെ കാണാൻ. സെക്രട്ടറിയോ? എന്നിട്ട് എന്തോ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് പോയിട്ട് വന്നിട്ട് ഞാൻ അതിന്റെ വിശേഷം എന്താണെന്ന് പറയാം. എനിക്ക് ഇതേപോലത്തെ എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എന്താണ് സംഭവം എന്നൊരു ധാരണ കിട്ടിയിട്ടില്ല. അതുപോലെ നിയമസഭയിൽ ഒരു ലെക്ചർ നടത്താൻ പോവാ. ശരി. അത് നാളെ പറഞ്ഞിരുന്നല്ലോ. അത് സബ്ജക്ട് എന്താണെന്ന് ഇതുവരെയും അത് പ്രെഡിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന വിഷയത്തെ പറ്റി അങ്ങനത്തെ അങ്ങനെയല്ല, സീരിയസ് സംസാരങ്ങളൊന്നും അല്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ഇങ്ങനെയല്ലേ പറയുന്നത്? കുട്ടികളൊന്നും ഇല്ല, +1 +2 സ്റ്റുഡൻസാ. മീൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് സമപ്രായക്കാരോട്? എനിക്ക് എന്താ സന്തോഷം മാത്രം. സന്തോഷം. അതെ. ഹൗ ടു ബി ഒപ്പീനിയനേറ്റഡ്.